കേറ്ററ്റ് കാറ്റഗറി 2-ന്റെ 30 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ് സൈക്കോളജി എന്നത്. ഈ സൈക്കോളജിയുടെ സിലബസിൽ പുതിയതായിട്ട് എന്തെങ്കിലും മാറ്റമുണ്ടോ, എന്തെല്ലാമാണ് ചോദ്യങ്ങൾ ചോദിക്കുന്ന മേഖലകൾ എന്നുള്ളതിനെക്കുറിച്ച് വിശദമായിട്ട് സിലബസ് ഡിസ്കഷനിലൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാം. കേറ്ററ്റ് കാറ്റഗറി 2-ന്റെ സിലബസ് ഡിസ്കഷനാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോഗി എന്ന് പറയുന്ന ടൈറ്റിലിൽ 30 ക്വസ്റ്റ്യൻസ് ആണ് ഈ കേറ്ററ്റിനകത്ത് ചോദിക്കുക. അതിൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ്, എലമെൻ്ററി ചൈൽഡിൻ്റെ ചൈൽഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് 15 ചോദ്യങ്ങൾ ചോദിക്കും എന്ന് നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നന്നായി പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ 25-ന് മുകളിൽ മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് ഈ ഭാഗത്ത് നിന്ന് സാധിക്കും. അതിനുള്ള കണ്ടന്റ് എൻട്രി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ചൈൽഡ് ഡെവലപ്മെൻറ്റ്, എലമെൻ്ററി ചൈൽഡിൻ്റെ ഡെവലപ്മെൻറ്റ് തിയറീസും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അതിൽ 15 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരുന്ന ആദ്യ മേഖല എന്ന് പറയുന്നത് കോൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഇറ്റ്സ് റിലേഷൻ വിത്ത് ലേണിംഗ് ആണ്. അവിടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഡെവലപ്മെൻറ്റിൻ്റെ സ്റ്റേജസ്, അതിൽ നമുക്കറിയാം ശൈശവം, ഇൻഫാൻസി, ചൈൽഡ്ഹുഡ്, അഡോളസൻസ്, മെച്ചുറേഷൻ തുടങ്ങിയ കാര്യങ്ങൾ. ദെൻ ഡെവലപ്മെൻറ്റും മെച്ചുറേഷൻ ആൻഡ് ലേണിംഗുമായിട്ടുള്ള റിലേഷൻസ്, ഡെവലപ്മെൻറ്റൽ പ്രിൻസിപ്പിൾ ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഇംപ്ലിക്കേഷൻ ഓഫ് ലേണിംഗ്, ഇൻഫ്ലുവൻസ് ഓഫ് ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെൻറ്റ് ഇൻ ലേണിംഗ്, റോൾ ഓഫ് ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെൻറ്റ് ഓൺ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ചൈൽഡ്, അതിൽ ടീച്ചറിൻ്റെ റോൾ എന്താണ്. അങ്ങനെ കോൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഇറ്റ്സ് റിലേഷൻ വിത്ത് ലേണിംഗ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ തരുന്നുണ്ട്. അവിടുന്ന് ചോദ്യങ്ങൾ ജനറൽ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. വൺസ് പഠിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് ചോദിക്കുക. അതേ ഭാഗത്ത് 15 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ചോദിക്കുന്ന മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് സോഷ്യലൈസേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നതാണ്. സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന എന്താണ് അതിൻ്റെ കൺസെപ്റ്റ്, അതിൽ ഫാമിലിയുടെയും പിയേഴ്സിൻ്റെയും ടീച്ചറിൻ്റെയും ഒക്കെ റോൾ എന്താണ്, സോഷ്യൽ ഡെവലപ്മെൻറ്റിൻ്റെ പാറ്റേൺ എന്താണ്, അതിൽ തന്നെ എറിക്സന്റെ തിയറി ഓഫ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് എപ്പോഴും ക്വസ്റ്റ്യൻ ആവർത്തിക്കുന്ന മേഖലയാണ്. എറിക്സൺ തിയറി ഓഫ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഏരിയയാണ്. പിയാഷെ, കോൾബർഗ്, വൈഗോസ്കി ഇവരുടെ കൺസെപ്റ്റ് എപ്പോഴും ആവർത്തിച്ച് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് തിയറി പിയാഷയുടെ, കോൾബർഗിൻ്റെ തിയറി ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ്, വൈഗോസ്കിയുടെ തിയറി ഓഫ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം, അതിൻ്റെ എല്ലാം എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ്. ഇവരുടെ ക്വസ്റ്റ്യൻസ് ഇല്ലാതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കേറ്ററ്റിൻ്റെ കടന്നു പോകാറില്ല. ഉറപ്പായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് പഠിക്കേണ്ട മേഖലയാണ്. ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ചോദിക്കുകയും ചെയ്യും. അടുത്ത ഭാഗം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഓഫ് ചൈൽഡ് സെൻറ്റേർഡ് ആൻഡ് പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ ആണ്. ജനറൽ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ്. കുട്ടികളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തി എന്താണ്, അതുപോലെ തന്നെ ആക്ടിവിറ്റി മെത്തേഡ്, പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ, അതിലൊക്കെ ടീച്ചറിൻ്റെ റോൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ജനറൽ ആയിട്ടുള്ള ടോപ്പിക്കാണ്. ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവ് ഓഫ് ദ കൺസ്ട്രക്ട് ഓഫ് ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട ആശയങ്ങൾ, അതിൽ തന്നെ ഫാക്ടർ തിയറി, SI മോഡൽ ഓഫ് ഇൻ്റലിജൻസ്, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി ഗാർഡനറുടെ, IQ ആയിട്ട് ബന്ധപ്പെട്ട ആശയങ്ങൾ, IQ മെഷർ ചെയ്യുന്ന രീതികൾ, ഇൻ്റലിജൻസ് ടെസ്റ്റ് എക്സാമ്പിൾസ്, സ്റ്റേൺബർഗിൻ്റെ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് തിയറി, ഇതെല്ലാം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന പ്രധാനപ്പെട്ട മേഖലയാണ്. വളരെ പ്രാധാന്യമുള്ള ഒരു ഏരിയ ആയിട്ട് നമുക്കതിനെ കാണാനായിട്ട് സാധിക്കും. ഇനി അതേപോലെ തന്നെ ലാംഗ്വേജ് ആൻഡ് തോട്ട്, ലാംഗ്വേജ് ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റേജസ് കഴിഞ്ഞ ക്വസ്റ്റ്യനിലും ഉണ്ടായിരുന്നു. തിയറീസ് ബൈ പിയാഷെ, വൈഗോസ്കി, ചോംസ്കി, ഇവരുടെയൊക്കെ നോം ചോംസ്കിയുടെയൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കുന്നതാണ്. ലാംഗ്വേജ് ആൻഡ് തോട്ടിൻ്റെ റിലേഷൻ, അപ്രോച്ചസ് ടു ലാംഗ്വേജ് ലേണിംഗ് ആൻഡ് ടീച്ചിങ്, ഇതെല്ലാം അവിടെ ചോദിക്കുന്നതാണ്. ജെൻഡർ ആസ് എ സോഷ്യൽ കൺസ്ട്രക്ട് എപ്പോഴും ആവർത്തിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ വരുന്ന മേഖലയാണ്. ജെൻഡർ റോള്, ബയാസ്, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ തുടങ്ങിയ കാര്യങ്ങൾ, അതുപോലെ ജെൻഡർ ഈക്വാലിറ്റിയുടെ ഇമ്പോർട്ടൻസ്, അതിൽ ടീച്ചറിൻ്റെ റോളൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് പ്രതീക്ഷിക്കാം. ഒരുപാട് ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് ഇപ്പോൾ വരാറുണ്ട്. ഇൻഡിവിജ്വൽ ഡിഫറൻസ് എമോങ് ലേണേഴ്സ്, അതായത് ഡൈവേഴ്സിറ്റി, ലാംഗ്വേജ്, കാസ്റ്റ്, ജെൻഡർ, കമ്മ്യൂണിറ്റി, റിലീജിയൻ പോലുള്ള അതിൻ്റെ വ്യത്യാസങ്ങളുള്ള കുട്ടികളുടെ ഡിഫറൻസ് എന്തൊക്കെയാണ്, ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്താണ്, സോഷ്യോ കൾച്ചറൽ ഡിറ്റർമിൻസ് ഈ ഇൻഡിവിജ്വൽ ഡിഫറൻസിന് കാരണമാകുന്ന എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അവിടെ ചോദിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത് CC ആണ്, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എന്ന് പറയുന്ന ഏരിയ ആണ്. അത് അസസ്മെൻറ്റ് ടു ലേണിംഗ് സ്ട്രാറ്റജീസ്, ക്യുമുലേറ്റീവ് റെക്കോർഡ്, അനക്ഡോട്ടൽ റെക്കോർഡ്, പോർട്ട്ഫോളിയോ അസസ്മെൻറ്റ് ടെക്നിക്സ്, ഫീഡ്ബാക്ക് തുടങ്ങിയതൊക്കെ. ഇതൊക്കെ എപ്പോഴും ക്യുമുലേറ്റീവ് റെക്കോർഡ്, അനക്ഡോട്ടൽ റെക്കോർഡ് എന്നൊക്കെ പറയുന്നത് എപ്പോഴും ആവർത്തിക്കുന്ന ക്വസ്റ്റ്യൻസ് വരുന്ന മേഖലയാണ്. ഉറപ്പായിട്ടും നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. നേച്ചർ ഓഫ് പ്രയർ ലേണിംഗ്, റെഡിനെസ് ഫോർ ലേണിംഗ്, സ്ട്രാറ്റജീസ് ഫോർ അസസ്മെൻറ്റ്, എൻകറേജിങ് ക്രിട്ടിക്കൽ തിങ്കിങ്, ടീച്ചർ റോൾ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള നേച്ചർ ഓഫ് പ്രയർ ലേണിംഗുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്ട്രാറ്റജീസും അസസ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവിടെ ചോദിക്കുന്നുണ്ട്. ഇതാണ് ആദ്യത്തെ 15 മാർക്കിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. അടുത്ത 5 മാർക്ക് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. വളരെ പ്രധാനമായിട്ടും ചോദ്യങ്ങൾ ഇപ്പോൾ വരുന്ന ഒരു മേഖല കൂടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സമൂഹത്തിൽ ഒഴിവാക്കപ്പെട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ആൾക്കാരെ കുറിച്ചിട്ട്, അതുപോലെ LD, MR, OPH, സെൻസറി ഡിപ്രൈവ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ച്, സോഷ്യലി ആൻഡ് കൾച്ചറലി ഡിപ്രൈവ്ഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻസ്, അവരെയൊക്കെ എങ്ങനെയാണ് പഠിപ്പിച്ചെടുക്കേണ്ടത്, ലേണിംഗ് ഡിസബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, എക്സെപ്ഷണൽ ചിൽഡ്രൻസിൻ്റെ, അതിനകത്ത് തന്നെ ഗിഫ്റ്റഡ്, ക്രിയേറ്റീവ്, സ്പെഷ്യലി ഏബിൾഡ് ചിൽഡ്രൻസിൻ്റെ കാര്യങ്ങൾ, എഡ്യൂക്കേഷണൽ പ്രൊവിഷൻസ് ഇവർക്കുള്ളത് എന്തൊക്കെയാണ്, അതിൻ്റെ നീഡ്സും ക്യാരക്ടറിസ്റ്റിക്സും,
ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് റെമഡിയൽ മെഷർ എന്തൊക്കെയാണ് ഇവർക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ തുടങ്ങിയതെല്ലാം ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അടുത്ത 10 മാർക്കിൻ്റെ ചോദ്യം ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ലേണിംഗ് ആൻഡ് പെഡഗോഗിയാണ്. കേറ്ററ്റ് 1 ഉം 2 ഉം ഒരുപാട് കോമൺ ആയിട്ടുള്ള ടോപ്പിക്കുകൾ വരുന്നത് കാണാൻ പറ്റും. ഇൻഡിവിജ്വൽ ലേണറിൻ്റെ ആവശ്യങ്ങൾ, ഇൻ്റലക്ച്വൽ, ഇമോഷണൽ, സോഷ്യൽ, ക്രിയേറ്റീവിന് അത്തരത്തിലുള്ള അവരുടെ ആവശ്യങ്ങൾ, ഇൻഡിവിജ്വൽ നീഡ്സ് ഓഫ് ലേണറിനെ കാറ്റർ ചെയ്യാനുള്ള ഇമ്പോർട്ടൻസ് എന്താണ്, അതുപോലെ പ്രോസസ് ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ്, അതുപോലെ തന്നെ ക്രിയേറ്റിംഗ് ലേണിംഗ് സിറ്റുവേഷൻസ്, ക്രൈറ്റീരിയ ഓഫ് ലേണിംഗ് എക്സ്പീരിയൻസ്, ഡിഫറൻറ്റ് മോഡൽസ് ഓഫ് ലേണിംഗ്, അതിൽ തന്നെ ആൽബർട്ട് ബന്ദൂരയുടെ സോഷ്യൽ ലേണിംഗ്, കോപ്പറേറ്റീവ് ആൻഡ് കൊളാബറേറ്റീവ് ലേണിംഗ്, ഗ്രൂപ്പ് ഡിസ്കഷൻ, ഇതിലെല്ലാം അധ്യാപകരുടെ റോള് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ സിലബസിൽ എടുത്തു പറയുന്നുണ്ട്. കൊഗ്നിറ്റീവ് പ്രോസസ് ആൻഡ് ഇമോഷനകത്ത് പെർസെപ്ഷനെ കുറിച്ച്, കോൺസെപ്റ്റ് ഫോർമേഷനെ കുറിച്ച്, തിങ്കിങ്, ഇമാജിനേഷൻ, റീസണിങ്, ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ്, പ്രോബ്ലം സോൾവിങ്, മെമ്മറി, ഇമോഷണൽ ഡെവലപ്മെൻറ്റ്, ക്യാരക്ടറിസ്റ്റിക്സ്, ഇമോഷണൽ മെച്യൂരിറ്റി, ഇമോഷണൽ ഇൻ്റലിജൻസ്, ഇമോഷണൽ കോഷ്യൻ്റ്, IQ ഉള്ള കാര്യങ്ങളൊക്കെ അവിടെ ഇമോഷണൽ ഇൻ്റലിജൻസായിട്ട് ബന്ധപ്പെട്ട ആശയങ്ങൾ അവിടെ നിന്ന് ആവർത്തിക്കുന്ന ക്വസ്റ്റ്യൻസ് വരാറുമുണ്ട്. മോട്ടിവേഷൻ ആൻഡ് ലേണിംഗ് ആണ് അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയുന്നത്. ലേണിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ലേണിംഗ് തിയറീസിൽ പാവ്ലോയുടെയും സ്കിന്നറുടെയും തോണ്ടേക്കിൻ്റെയും ഗാഗ്നയുടെയും അതുപോലെ കോഹ്ലറുടെ ഇൻസൈറ്റ് ലേണിംഗ്, പിയാഷയുടെയും ബ്രൂണറുടെയും വൈഗോസ്കിയുടെ കൺസ്ട്രക്റ്റീവ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അസുബൽ, എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻസ്, മോട്ടിവേഷൻ, കോൺസെപ്റ്റ് ടൈപ്പ്, ഇമ്പോർട്ടൻസ് ടു ലേണിംഗ്, തിയറീസ് ഓഫ് മോട്ടിവേഷൻ, എബ്രഹാം മാസ്ലോയുടെ ഹൈറാർക്കി, മെക്ലാൻഡിൻ്റെ കൺസെപ്റ്റുകൾ ഒക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. ഇനി പേഴ്സണാലിറ്റി ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ്, ആ കോൺസെപ്റ്റ് പേഴ്സണാലിറ്റിയായിട്ട് ബന്ധപ്പെട്ട, വ്യക്തിത്വമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിൽ ടൈപ്പും ട്രൈറ്റ് അപ്രോച്ച്, ആൽപോർട്ടിൻ്റെ കൺസെപ്റ്റുകൾ, മെഷർമെൻറ്റ് ഓഫ് പേഴ്സണാലിറ്റി എന്തൊക്കെയാണ്, പ്രൊജക്റ്റീവ് ആൻഡ് നോൺ പ്രൊജക്റ്റീവ് ടെക്നിക്കുകൾ പേഴ്സണാലിറ്റി മെഷർമെൻറ്റ് എന്തൊക്കെയാണ്, അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം, ഡിഫൻസ് മെക്കാനിസം ഒക്കെ അതിൻ്റെ ഭാഗമായിട്ട് ആവർത്തിച്ച് ക്വസ്റ്റ്യൻസ് വരുന്നൊരു മേഖലയായിട്ട് ഇതിനെയും കാണാൻ പറ്റും. സമഗ്രമായിട്ടൊരു സിലബസ് നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് 30 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ചോദിക്കും. ആ 30 മാർക്കിൻ്റെ ചോദ്യങ്ങളിൽ ഐ റിപ്പീറ്റ് 25-ന് മുകളിൽ മാർക്ക് സ്കോർ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം എൻട്രി നിങ്ങൾക്ക് ഒരുക്കി തരുന്നുണ്ട്. ഒരു 5 മാർക്കും നിങ്ങൾക്ക് അതിനകത്ത് എക്സ്ട്രാ ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ 30 അടിച്ച വർഷങ്ങൾ പോലും ഉണ്ട് എന്ന് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും മികച്ച രീതിയിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഏറ്റവും മികച്ച കേറ്ററ്റ് കോഴ്സാണ് എൻട്രി ലേറ്റസ്റ്റ് ആയിട്ട് വീണ്ടും അപ്ഡേറ്റ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. സോ ഏറ്റവും നന്നായി പ്രിപ്പയർ ചെയ്ത് അടുത്ത LPUP എക്സാമിന് മുമ്പ് കേറ്ററ്റ് 1 ഉം 2 ഉം എഴുതിയെടുത്ത് റെഡി ആയിട്ട് നിന്നോ. ഏറ്റവും മികച്ച റാങ്കോടുകൂടി LPUP ക്വാളിഫൈഡ് ആവണമെങ്കിൽ ആദ്യം നിങ്ങൾക്ക് K1 ഉം K2 ഉം ക്വാളിഫൈഡ് ആവണം. അതിനുള്ളതെല്ലാം എൻട്രി നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ഓൾ ദ ബെസ്റ്റ്. വീണ്ടും കാണാം. നന്ദി.